എന്റെ അമ്മേ. നീ കണ്ടതല്ലേ മാധവ, മന്നാടിപുരം ചന്തയിലെ മന്നാടിയാന്മാരുടെ മതവിളക്കം. അവർക്കെതിരെ വാദിക്കാൻ എന്നെ കിട്ടില്ല. എനിക്ക് രണ്ട് പാട്ടറിയാം. ഒന്ന് ഞാൻ മറന്നുപോയി, മറ്റേത് ഞാൻ കഴുത്താർത്താലും പാടില്ല എന്ന് പറഞ്ഞ അവസ്ഥയായി നിന്റെ. സ്റ്റെപ്പ് കയറി വന്ന മഹാലക്ഷ്മിനെ തട്ടി കളയിലെ സേതുരാമ. ചിലപ്പോ ഈ കേസ്, ഈ ഒറ്റ കേസ് കൊണ്ടായിരിക്കും നിന്റെ രാജയോഗം തെളിയാൻ പോണത്. എന്നെ കൊലയ്ക്ക് കൊടുത്തേ നിനക്ക് സമാധാനം ആവത്തുള്ളല്ലേ? അപ്പൊ നിനക്ക് എന്നെ കൊലയ്ക്ക് കൊടുത്താലും സമാധാനം ആവുള്ളല്ലേ? അതെങ്ങനെ? ഞാൻ അവരത് കാശ് മേടിച്ചു പോയി. നീ ഈ കേസ് ഏറ്റെടുത്തില്ലെങ്കിൽ ഞാൻ അവിടെ ചെല്ലുമ്പോ ഒരു അജ്ഞാതന്റെ ഡെഡ് ബോഡി കാണാനുള്ള ആഗ്രഹം ഉണ്ടോ? വിളി വിളി വിളി. താങ്ക് യു. വരൂ വരൂ വരൂ, കടന്നു വരൂ. താങ്ക് യു. അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടി. കുറച്ച് ദൂരമൊന്നും അല്ലല്ലോ മന്നാടിപുരത്തൊന്നും ഇങ്ങോട്ടുള്ളത്. സാധാരണ ഇതുപോലുള്ള കേസുകൾ ഇദ്ദേഹം അറ്റൻഡ് ചെയ്യാറില്ല. പിന്നെ നിങ്ങളെ പോലുള്ള പോലീസുകാർ വന്ന് പറഞ്ഞുകൊണ്ട് തെളിയിക്കപ്പെടാത്ത കൊലക്കേസുകൾ മാത്രമേ ഞാൻ ഏറ്റെടുക്കാറുള്ളൂ. അതെ, ഇതും കൊലക്കേസാകേണ്ട കേസാ. ഇവൻ അവൾക്കൊരു പൂ കൊടുത്തു. ആർക്ക്? മന്നാടിയമ്മയുടെ പെങ്ങൾ ആർച്ചയ്ക്ക്. അവള് പൂ വാങ്ങി ഇവന് കൊടുത്തു. അവളുടെ ആങ്ങൾക്ക് ഞാനൊന്ന് കൊടുത്തു. അയാൾ വീണ്ടും എനിക്കൊന്ന് തന്നു. ഞാൻ അയാൾക്ക് വീണ്ടും ഒന്ന് കൊടുത്തു. അപ്പോൾ അയാൾ എനിക്കൊന്ന് തന്നു. അതങ്ങനെ കൊടുത്തു വാങ്ങിക്കൊണ്ടിരിക്കുക. ഇവര് പാരമ്പര്യമായിട്ട് കൊടുപ്പുകാരാണേ. അതിനിടയ്ക്ക് എന്റെ ജോലിയും പോയി. ഇതൊന്ന് അവസാനിപ്പിക്കണ്ടേ? അല്ല, എങ്ങനെ അവസാനിപ്പിക്കാനാ? ഞങ്ങളുടെ ഒരു വക്കീലിനെയും മന്നാടിപുരത്ത് കാലുകുത്താൻ ആ മന്നാടി ഞങ്ങൾ തന്നെ സമ്മതിക്കാറില്ല അല്ലേ മാമ? അതെന്താ? വന്നവരൊന്നും ഞങ്ങൾക്ക് വിശ്വാസമായില്ല. തേടിയ വാല് കാലിൽ ചുറ്റി എന്ന് പറഞ്ഞ പോലെ ഇവിടുത്തെ ഉശിരും വീറും വാശിയുള്ള ഒരു വക്കീലിനെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ഞങ്ങളെ കൈവടിയരുതേ. കേസ് ഞങ്ങൾ ഏറ്റെടുത്തു. ആർച്ചയുടെ വായിലെ നാക്ക് കരിനാക്കാടാ. അല്ലണ്ണ, ചുവന്നിട്ടില്ലേ? ചെറ്റേ, പെങ്ങള് പറഞ്ഞതുപോലെ പരമൻ വക്കീലിനെ വാങ്ങി പോയില്ലേ? ഇനിയിപ്പോ എന്താ ചെയ്യാ? പോട്ടടാ പോട്ടെ, ഇവനും നമ്മുടെ മന്നാടിപുരം കടവിൽ തന്നെ വന്നിറങ്ങും. കരയുന്നു പുഴ ചിരിക്കുന്നു, കരയുന്നു പുഴ ചിരിക്കുന്നു. ഈ പ്രാവശ്യം നോക്കിക്കോ, പുഴ പൊട്ടിച്ചിരിക്കും. മതിയടോ അഹങ്കരിച്ചത്. ഒരു മൂളിപ്പാട്ട് പാടി അഹങ്കാരം എന്ന് പറയണ നാടാടത്. നല്ല കാറ്റല്ലേ? കാറ്റ് പോവാൻ നേരമാവുന്നേ ഉള്ളൂ. അതാണല്ലേ അക്കരപ്പച്ച. അക്കരപ്പച്ച ഒന്നുമല്ല, അത് തെങ്ങും തലപ്പാ. നീ ഒന്നും മിണ്ടാതിരിക്കും. മനുഷ്യൻ ഇവിടെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ്. അതെ, ആറ്റിനക്കരെ കാറ് വരുമല്ലോ. സമയാവുമ്പോ ആംബുലൻസ് വന്നോളൂ ബോഡി എടുക്കാൻ. എന്താ? നോക്കിയാ സേതു, തട്ടികൾ പറഞ്ഞു. തട്ടികൾ അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട് തട്ടികൾ. അയ്യോ, ഇതൊരു പതിവില്ലാത്ത ചട്ടികളാണല്ലോ. അത് അസ്ഥികൾ ഒഴുക്കി വിടുന്ന ചട്ടികളായിരിക്കും. അസ്ഥികളല്ലടാ, പട്ടികളെ. മന്നാടിയന്മാരെ ചതിച്ച നീ ഒന്നും മന്നാടിപുരത്ത് കാലുകുത്തില്ലടാ. നരേന്ദ്ര, അടിച്ചൊതുക്കട ഇവന്മാരെ. കണ്ണടച്ച് പാല് കുടിച്ച ആരും കാണില്ലെന്നാ ആർച്ചയുടെ വിചാരം. ഈശ്വരാ, ഞാൻ കരുതി എന്നെ. അതെ, ചേച്ചി കരുതും പോലെ ഇനി എനിക്ക് വയ്യ ഇങ്ങനെ കിടന്നോടാൻ. തളർന്നു. ശരിയാ, ഓടിച്ചവരും ഒരുപോലെ തളർന്നു. ആ, ഇവിടെ കയറി കൂടാൻ തക്കം പാർത്തിരുന്ന ചേച്ചിയെ തട്ടി അകത്താക്കിയത് ഞാനാന്നേ. അതും ശരിയാ. ഇപ്പോ ചേച്ചിക്ക് എന്നോട് പ്രത്യോപകാരം ചെയ്യാനുള്ള സമയമായി. ചേച്ചി എങ്ങനെയെങ്കിലും ഗജേന്ദ്ര മന്നാടിയാരോട് പറഞ്ഞ് ഞാനും ആർച്ചയും തമ്മിലുള്ള കല്യാണം നടത്തി തരണം. ചേച്ചി പറഞ്ഞാൽ മന്നാടിയാർ കേൾക്കും. അതിന് നീ എന്തിനാ ഛർദിക്കുന്നേ? ഛർദിച്ചെന്നു? ആര് ഛർദിച്ചു? തിലോത്തമേ, എന്നാലും എന്റെ നരേന്ദ്ര. അല്ല, എന്റെ കാര്യം. ആദ്യം ഗർഭം, പിന്നെ കല്യാണം. ഓ, ഇടയില്. അല്ല, എന്റെ കാര്യം. അയ്യേ, കുളി തെറ്റിച്ചു. ആർച്ചേ, എന്താ കുളി തെറ്റിച്ചു? ആര്? തിലോത്തമ കുളി തെറ്റിച്ചെന്ന്. നിന്റെ അടുത്ത തോൽവിക്ക് സമയമായി. ഇങ്ങനെ ഇഞ്ചിഞ്ചായി തോറ്റു തൊപ്പിയിട്ട് നീ ഇല്ലാതാകുന്ന സമയം അടുത്തു കഴിഞ്ഞു. പെണ്ണിന്റെ രുചി അത് ഭാര്യമാർക്കേ കൊടുക്കാൻ പറ്റൂ. അത് കൊടുത്തു കഴിയുമ്പോൾ മന്നാടിയാന്മാരെ ഭാര്യമാർ തങ്ങളുടെ പാവാടച്ചരൽ കെട്ടിയിട്ട് ഇങ്ങനെ ആട്ടും. നിന്നെ ഞാൻ ഉരുള എണ്ണി കണക്ക് പറയിപ്പിക്കൂടി. പെങ്ങളെ ജീവന തുല്യം സ്നേഹിക്കുന്ന ആങ്ങളമാർ ഇനി സ്നേഹിക്കാൻ പോകുന്ന അവരുടെ പുന്നാര മക്കളെ ആയിരിക്കും. അന്ന് നീ ഒഴുക്കുന്ന കണ്ണുനീര് കൊണ്ട് ഈ മന്നാടിപുരം ഗ്രാമത്തിലെ കുളങ്ങൾ നിറയുമടി. നീ നോയിക്കോ. പോയോ? അങ്ങോട്ടേക്ക് തന്നെയാ വരണേ.
നേരം പോയി. നീ ഇന്ന് എന്റെ കുളി തെറ്റിക്കും. കുളിച്ചിട്ട് നന്നാവണമെങ്കിൽ കുളത്തിലെ തവളക്ക് എന്നെ നന്നാവുമായിരുന്നു. ഈ തിലോത്തമ്മ അവിടെ ഛർദ്ദിക്കുന്നു. അത് വേരയുടെ കുത്തലായിരിക്കും. വേരെയും കുറെ ഒന്നുമല്ല, അവക്ക് കെറുപ്പാ. അപ്പോ ഫസ്റ്റ് പ്രൈസ് അവൾ അടിച്ചുല്ലേ? നമുക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടിയാ മതി. ആ, നീ ആഭരണ പെട്ടിയൊക്കെ എടുത്ത്. അവക്ക് കൊണ്ട് കൊടുക്കാനോ? അയ്യേ, അവൾക്ക് കൊടുക്കാനോ? ഇതെന്റെ പെങ്ങൾക്ക് കൊടുക്കാനാ. ഇനി ആർച്ചയുടെ കല്യാണം മണിക്കൂർ വെച്ച് നടത്തണം. പെങ്ങൾക്ക് ചെറുക്കനെ അന്വേഷിച്ച് ആങ്ങളമാർ ഇനി കഷ്ടപ്പെടുകയും വേണ്ട. വേണ്ട. നീ ഇങ്ങട് വന്ന്. നീ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? ആർച്ചയ്ക്ക് ചേരുന്ന ഒരു ചെക്കൻ ഇവിടെ ഉണ്ട്. പക്ഷെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്നും പറഞ്ഞ് നുള്ളിക്കളയുവോന്നാ എന്റെ പേടി. പേടിക്കണ്ട. നല്ല പഠിപ്പ്, ഉദ്യോഗം, സൗന്ദര്യം. ആർച്ചയാണെങ്കിൽ ജീവന്റെ ജീവനായാക്ക്. പറഞ്ഞാലറിയും ആള്. എന്റെ അനിയൻ ആരോമൽ. ചേച്ചി, ഈ പന്തലി വേണ്ട മോനെ നിന്റെ താലികെട്ട്. അങ്ങനെ ഇപ്പൊ കണ്ട കോപ്പന്മാർക്ക് കിട്ടണ്ടായി വീടും പറമ്പും. പുഷ്പവല്ലി ചേച്ചി, ഒരു നിമിഷം മുമ്പെങ്കിലും അവളെ സ്വന്തമാക്കാൻ നടക്കുന്ന എന്നോട് വേണോ ഈ ചതി? ആ വായി നോക്കി വക്കീല ഉണപ്പിച്ച് നടക്കുന്നു. പശുവും ചത്ത് മോരിലെ പുളിയും പോയി. വിരുന്ന് വന്നവർക്കൊക്കെ പടിയിറങ്ങാറായില്ലേ? കൊലച്ചടാ. കൊലച്ചോ? ഏത് വാഴ? കൊലച്ചതല്ല, ആ പുഷ്പവല്ലി നമ്മളെ തൊലച്ചു. അവരിപ്പോ ആർച്ച അവരെ അനിയനെ കൊണ്ട് കെട്ടിക്കാൻ പോവുക. എടാ, പിടിച്ചപ്പ കഴുത്ത് ഞെരിക്കാത്തോണ്ടല്ല ഇളകിയപ്പ തിരിഞ്ഞു കടിച്ചത്. എനിക്ക് അന്നേ അറിയാം ആ തള്ള എന്തെങ്കിലും വിഷം ചീറ്റോന്ന്. ഇനിയിപ്പോ എന്ത് ചെയ്യും? അവര് ചീറ്റട്ട മാധവ. പാമ്പിന് പാമ്പ് തന്നെ വിഷം. കണ്ണാ, ആരോമലേ. എന്തോ ഇതാ നിനക്കായി ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന കണ്ടോ, പ്രേമത്തിന്റെ പര്യായമായ നേന്ത്രക്കൊല പഴം. കഴുതേ അവള് പോയടാ കുരങ്ങ. പോയോ? അതെ, ആരോമലിന്റെ മനസ്സിൽ മാത്രല്ല ഏട്ടത്തി, എന്റെ അനിയന്റെ മനസ്സിലും കുഞ്ഞുനാള് മുതലേ കുടിയിരിക്കുന്നത് ഈ ആർച്ച കുട്ടിയാ. ശിവ ശിവ. ആ, എല്ലാരും കേൾക്കാൻ വേണ്ടി തന്നെയാ പറയണത്. ആർച്ച കോമലിനുള്ളതാ. കോമലിന്. കോമളാ എത്തിപ്പോയി. മാടാ, നിന്റെ ആർച്ചക്കുട്ടി. നിനക്ക് വേണ്ടി എന്തെല്ലാം നേർച്ച നേർന്നു എന്നറിയാമോ? ഐ ലവ് യു. നിന്നെ തന്നെ കെട്ടിക്കും. റാണിയെ കിട്ടിയില്ലെങ്കിൽ തോഴിയെ കിട്ടിയാ മതി. അമ്മ പോയി. അയ്യോ, എപ്പോഴായിരുന്നു സംഭവം? ചിത കത്തി തീർന്നുണ്ടാവോ ചേച്ചി? ചത്തത് നിന്റെ തള്ളയാടാ. പിന്നെ പോയി എന്ന് പറഞ്ഞത്? അത്യാവശ്യമായിട്ട് ആരോ വന്ന് വിളിച്ചോണ്ട് പോയെന്ന്. ആര്? എവിടെ പണ്ടാരോടക്കാനോടാ കാലമാടന്മാരെ എന്നെ കൊണ്ടുവന്നേ? പേര് കേസ് തന്നെയാണ് തള്ളേ. ഏതാനോടെ പേരാടാ ഇത്ര വലിയ പേര്? ആർച്ചയുടെ. ഒമ്പനാനോടെ പേരെടുക്കാനാണോടാ പിശാചുക്കളെ എന്നെ കെട്ടിയെടുത്തോണ്ട് പോന്നേ? അയ്യോ, ഓടി വരണേ. ഓടി വരണേ. ഓടി വരണേ. തൊണ്ടിയും കൊണ്ട് മുങ്ങുന്നോടാ തെണ്ടികളെ. അയ്യോ,